ഹലോ, ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ നാരങ്ങാത്തോട്ടത്തിലേക്കാണ്. കുറേ ദിവസമായി അങ്ങോട്ട് പോയിട്ട്. കുറേയൊക്കെ പഴുത്തിട്ടുണ്ട്. നന്നായി പഴുത്തത് മുകളിലുണ്ട്, ഒരു മീഡിയം പഴുത്തതൊക്കെ താഴെയുണ്ട്. കുറേ നിലത്ത് വീണ് പോയിട്ടുണ്ട്. കണ്ടോ, മുകളിൽ അത്യാവശ്യം നന്നായി പഴുത്തത് വലുതുമാണുള്ളത്. ഇന്ന് സൺഡേ ആണ്, അപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് റിച്ചുവിൽ ഇത് കഴിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പറിക്കാൻ വേണ്ടി പോകുന്നതാണ്. ഞങ്ങളതിനെ വിളിക്കുന്ന പേര് മാതള നാരങ്ങ എന്നാണ് കേട്ടോ. നിങ്ങൾ എന്താ വിളിക്കുന്നതെന്ന് അറിയില്ല, ഓരോ നാട്ടിലും ഓരോ പേരാണ്. ബബ്ലി നാരങ്ങ, പഞ്ഞി നാരങ്ങ എന്നൊക്കെ പറയും. കാരണം അതിൻ്റെ പുറന്തോറ് പഞ്ഞി പോലെയാണല്ലോ. റിച്ചു കിണറ്റിൽ വെള്ളം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഞങ്ങൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് പറമ്പിൽ ചെറിയ ചാലുണ്ട്, ആ വെള്ളം പിടിക്കാൻ വേണ്ടി വന്നതാണ്. നോക്കുമ്പോൾ വെള്ളമൊക്കെ വറ്റിപ്പോയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവൻ നാരങ്ങ പറിച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതേ ഉള്ളൂ. ഞാൻ എൻ്റെ ചാനലിൽ ഒരുപാട് നാരങ്ങ പറിക്കുന്ന വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ കൊമ്പ്, വലിയൊരു കൊമ്പ് തന്നെ താഴ്ന്ന് വെയിറ്റ് കാരണം താഴ്ന്നു വന്നതുകൊണ്ടാണ് ശരിക്കും നമുക്കത് താഴ്ന്ന് പറിക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ വലിയ മരമായിട്ട് മുകളിലേക്ക് പോയിരുന്നു. ശരിക്കും ഇങ്ങനത്തെ മരങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ഇങ്ങനെ താഴ്ന്ന് വരും കേട്ടോ. ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുലുക്കിയാൽ പെട്ടെന്ന് പഴുത്ത് വീഴും. പക്ഷേ വലിയ മരമൊക്കെ ആണെങ്കിൽ ഇത് കുലുക്കാൻ നമുക്ക് കയ്യിൽ ഒതുങ്ങില്ല, ഇങ്ങനെ കുലുക്കാൻ വേണ്ടി ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ കൊമ്പ് ഇങ്ങനെ താഴ്ന്നു വന്നതുകൊണ്ട് ഇതിനെ പിടിച്ച് കുലുക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് ബിഗ്ഗസ്റ്റ് വലിയ ഒരു നാരങ്ങ കിട്ടിയിട്ടുണ്ട്. ഇത് നന്നായി പഴുത്തിട്ടുണ്ടാവും, അതിനകമൊക്കെ ശരിക്ക് പാകമായിട്ടുണ്ടാവും. പിന്നെ ചെറുതും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല മധുരമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഒന്നും അത് നിൽക്കുന്നുണ്ട്, കുലുക്കിയിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ചെറിയ തോട്ടി ജസ്റ്റ് ഒന്ന് നമ്മൾ കുത്തി കൊടുത്താൽ മതി, പെട്ടെന്ന് വീഴും. തോട്ടി നല്ല ഒരു ഓല ഉണ്ടായിരുന്നു, അതുകൊണ്ട് കുത്തിയതാണ്. അങ്ങനെ ഞങ്ങൾ നാരങ്ങ അതൊക്കെ പറിച്ചിട്ടുണ്ട്. ഇതുണ്ടോ, ഇതൊക്കെ അത്യാവശ്യം ആവുന്നേ ഉള്ളൂ. ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ അത്യാവശ്യം മഞ്ഞ കളറാവും. റിച്ചു ഇതെല്ലാതും പൊറുക്കി എടുക്കുന്നുണ്ട്. അതിനിടയിൽ അവനെ ഉറുമ്പ് കടിച്ചു. അവനാണെങ്കിൽ അതൊക്കെ ഒന്നിച്ചെടുക്കും വേണം. 2 പ്രാവശ്യം വീണ്ടും തിരിച്ചു വരാൻ എനിക്ക് വയ്യാതാനും. 3 ഞാൻ ആദ്യം പിടിച്ച് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തു. അവനാണെങ്കിൽ അതെടുത്തിട്ട് ശരിയാവുന്നുമില്ല, ആകെ ടെൻഷനിലാണ് അവനെ. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 3 അവിടെ നിന്ന് എടുത്തിട്ട് പോന്നു. 2 അവിടെ തന്നെ ഇട്ടു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഉറുമ്പ് കടിച്ചവനെ വേഗം ഓടിപ്പോകുന്നു അവിടുന്ന്. അത്യാവശ്യം നല്ല മഞ്ഞ കളറായത് മാത്രമേ ഉള്ളൂ പഴുത്തിട്ടുണ്ടാവുള്ളൂ. അതുകൊണ്ട് ചെറുതൊന്നും എടുത്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് അത് അവിടെ കളഞ്ഞിട്ട് പോന്നു. ഞാൻ ആദ്യം മീൻ പിടിക്കാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ കൊണ്ടുവന്ന പാത്രം ഉണ്ട് അവിടെ, അപ്പോൾ അത് എടുക്കാൻ വേണ്ടി അവൻ പോയി. ഞാൻ ആ സമയത്ത് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പിന്നെ അപ്പുറത്തെ വീട്ടിലൊക്കെ അവർക്ക് കൊണ്ടു കൊടുക്കാൻ പോയി. ഇവിടെ പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ട് പരസ്പരം ഷെയർ ചെയ്യുന്ന ആൾക്കാരാട്ടോ. ഇവിടെ 2 കുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് കഴിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ വീട്ടിലും 2-3 കുട്ടികളുണ്ട്, അപ്പോൾ അവർക്കും അവരുടെ കയ്യിൽ ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. അവന് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ട് എല്ലാവരും വീട്ടിൽ തന്നെ കൊണ്ടുപോയി കൊടുക്കണം എന്നൊക്കെ. അങ്ങനെ കയ്യിലുണ്ടായിരുന്ന 4 എണ്ണം 2 എണ്ണം ഇത് 2 വീടുകളിൽ കൊടുത്തു, ബാക്കി 2 എണ്ണം ഉണ്ട്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. ഭയങ്കര വെയിലാണ് കേട്ടോ, നല്ല തല പൊട്ടുന്ന വെയിൽ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ വെയിലായിരുന്നു. ഈ നാരങ്ങ അച്ചാറിടാൻ വേണ്ടി ഉപയോഗിക്കും കേട്ടോ. പക്ഷേ ഞങ്ങളങ്ങനെ അച്ചാറിടാറൊന്നുമില്ല, പഴുത്ത് കഴിഞ്ഞാൽ മാത്രം കഴിക്കും, അത്രയേ ഉള്ളൂ. ഈ ചിലത് നിലത്ത് വീണ് വേസ്റ്റായി പോകാറാണ് ചെയ്യാറുള്ളത്. ഇനി നമുക്കിത് മുറിച്ച് നോക്കാം. പലതരത്തിലുള്ള നാരങ്ങയുണ്ട് കേട്ടോ. ചിലത് സാധാരണ വൈറ്റ് കളർ തന്നെ, നല്ല ഈ റോസ് കളറുള്ള നാരങ്ങയായിരിക്കും അത്യാവശ്യം നല്ല മധുരമുള്ളത്. ഇത് നല്ല റോസ് കളറാണ് കേട്ടോ. ഇത് നല്ല മധുരം ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഈ സൈഡ് ഭാഗമൊക്കെ ചെത്തിക്കളയണം, ശരിക്കും പഞ്ഞി പോലെയാണത്. നല്ല സോഫ്റ്റ് ആയിരിക്കും. അത് കളഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ അത് നാവുമ്പോൾ നമ്മുടെ ചുണ്ടിലൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു തരം ചവർപ്പ് ഇതായിരിക്കും. പിന്നെ അതൊന്നും കഴിക്കാനൊന്നും തോന്നിയില്ല, ആകെ ഒരു ഇറിറ്റേഷൻ വന്ന പോലെ ആയിരിക്കും. അപ്പോൾ അത് കളഞ്ഞതിന് ശേഷം നമുക്ക് കഴിക്കുക. അങ്ങനെ ഒന്നിച്ചിങ്ങനെ വായിക്കാക്കി കഴിഞ്ഞാൽ അതിൻ്റെ നീര് നമ്മുടെ ചുണ്ടിലൊക്കെ പറ്റും. അപ്പോൾ ഓരോ ഇതളെടുത്തിട്ട് വേറെ പാത്രത്തിലാക്കിയ ശേഷം കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ ചെത്തിയപ്പോൾ കണ്ട കളർ അത് കേടൊന്നുമില്ല, അത് ആ പഞ്ഞിയും ചെറുതായിട്ടുള്ള അതിൻ്റെ പുറന്തോടും ചെറിയ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇതിനകത്തൊന്നും യാതൊരു കേടില്ല. ഇത് കണ്ടു, ഇതിനകത്തുള്ള വെള്ളം. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യണേ. പിന്നെ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഒരു പകുതി ഭാഗം നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്, പകുതി അതേപോലെ അവിടെ ഇരിക്കുന്നു. റിച്ചുവിന് ഭയങ്കര ഇഷ്ടമാണ്, കുറേ നേരം ഇത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പകുതി അവരുടെ കയ്യിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.